എൻ്റെ പേര് നവ്യ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. പുറത്തുപോയി പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം കാരണം 2 വർഷം തുടർച്ചയായി ആപ്ലിക്കേഷൻ അയച്ചെങ്കിലും ലോൺ റിജക്ഷൻ കാരണം പോകാൻ പറ്റിയില്ലായിരുന്നു. 3-ാമത്തെ വർഷം അവസാനം ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നെതർലൻഡ്സിൽ പഠിക്കാൻ വേണ്ടി മാസ്റ്റേഴ്സിന് ആപ്ലിക്കേഷൻ അയച്ചു. എല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വെർച്വൽ ഉടമ്പടി, എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ വെർച്വലി എല്ലാ ഉടമ്പടിയുടെ എല്ലാ നിയോഗങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ വെർച്വലി വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ജാനുവരി 15, 2023 ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അഡ്മിഷൻ റെഡിയായി. പക്ഷേ കണ്ടീഷണൽ ഓഫറായിരുന്നു. 23 lakhs ഫീസും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ IELTSൻ്റെ മാർക്കും വരുന്നുണ്ടായിരുന്നു. കൊടുക്കാൻ ഒരു സേവിങ്സും ഇല്ലായിരുന്നു, ബാങ്ക് അക്കൗണ്ടിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ 5:30 ചൊല്ലുമായിരുന്നു. എന്നിട്ട് സ്കോളർഷിപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ലിവിങ് എക്സ്പെൻസ് കവേർഡ് ആയിട്ടുള്ള കോളേജിലെ ഹയസ്റ്റ് സ്കോളർഷിപ്പ് എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് IELTSന് അവർ സ്കോളർഷിപ്പിന് വെച്ചിരുന്ന ഗ്രേഡ് 8 ആയിരുന്നു. പക്ഷേ എൻ്റെ IELTSൻ്റെ റിസൾട്ട് 7.5 ആയിരുന്നു. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അവർ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് താഴത്തോട്ടാക്കി അത് 7.5 ആക്കി മാറ്റി. അതിനുശേഷം ഫീസും ദൈവം അനുഗ്രഹിച്ച് ലോൺ പാസ്സായി, എല്ലാം ദൈവം ക്രമീകരിച്ച്. അതിനുശേഷം ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫീസ് അടച്ചെങ്കിലും ഫ്ലൈറ്റിന് ടിക്കറ്റോ ഒന്നും കയ്യിൽ കൊണ്ടുപോകാൻ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം എൻ്റെ അമ്മാമ്മയുടെ ഒരു റിലേറ്റീവ് വിളിച്ചിട്ട് പിള്ളേർക്ക് കുറച്ച് പൈസ എന്നും പറഞ്ഞ് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനെ അഡ്മിഷൻ കിട്ടിയതോ ഞാൻ പോകാൻ നിൽക്കുന്നതോ ഒരു കാര്യവും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈശോ അദ്ദേഹത്തിലൂടെ കുറച്ച് പൈസ അയച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷം അവിടെ നെതർലൻഡ്സിൽ പോയി പഠിക്കാൻ എനിക്ക് എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമായിരുന്നു എൻജിനീയർ അല്ലാത്തൊരു സ്റ്റുഡൻറ്റ്. പക്ഷേ ഈശോ സഹായിച്ച് കൈ പിടിച്ച് എന്നെ എല്ലാ എക്സാമും പാസ്സാക്കിപ്പിച്ചു. ഞാൻ എല്ലാ എക്സാമിനും മാതാവിൻ്റെ ഒപ്പും മാതാവിൻ്റെ ലോക്കറ്റും കയ്യിൽ കരുതിയിട്ടായിരുന്നു എല്ലാ എക്സാമും എല്ലാ അസൈൻമെൻറ്റ്സും എഴുതിയിരുന്നത്. അങ്ങനെ ഒരു എൻജിനീയറിംഗ് ഡിഗ്രി ഇല്ലാത്ത, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത എന്നെ എല്ലാ എക്സാമും പാസ്സാകാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം കോഴ്സിൻ്റെ അവസാനത്തെ 6 മാസം ഇൻറ്റേൺഷിപ്പ് ചെയ്യണമായിരുന്നു. അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, അവർ കോളേജിൽ നിന്ന് സഹായിക്കത്തില്ല. അതിന് 2 മാസം ആപ്ലിക്കേഷൻ നിരന്തരം അയച്ചുകൊണ്ടിരുന്നെങ്കിൽ അവസാനം ഡെഡ് ലൈനിന് തൊട്ട് മുന്നേ എനിക്കൊരു ജർമ്മൻ കമ്പനിയിൽ നിന്നൊരു ഓഫർ ലെറ്റർ വന്ന് അതിന് 2 ദിവസം കഴിഞ്ഞ് അവർ പറഞ്ഞു വിസ ആപ്ലിക്കേഷൻ 6 months എടുക്കും, അതിൻ്റെ ടൈം ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് അവിടുത്തെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് മാതാവിൻ്റെ ഇടപെടലുകൾ കാരണം 2 ആഴ്ചക്കുള്ളിൽ, 6 മാസം എന്ന് പറഞ്ഞത് എനിക്ക് 2 ആഴ്ചക്കുള്ളിൽ വിസ അടിച്ചു കിട്ടി. എനിക്ക് അവിടെ കൃത്യസമയത്ത് അവർ കോളേജിൽ നിന്ന് എന്താണോ പറഞ്ഞത് അന്ന് തന്നെ എനിക്ക് എൻ്റെ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. December 30th ആയിരുന്നു അവർ ഡെഡ് ലൈൻ തന്നത് ഇൻറ്റേൺഷിപ്പ് തീർത്ത് ഗ്രാജുവേറ്റ് ആകാൻ. മാതാവിൻ്റെ ഉടമ്പടിയുടെ ശക്തി കാരണം പ്രാർത്ഥനകളും എല്ലാം നിരന്തരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാശിരൂപം ഒരു ദിവസം പോലും ഞാൻ കാശിരൂപം ഇല്ലാതെ പുറത്തോട്ട് പോകത്തില്ല. കാരണം കാശിരൂപമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന ധൈര്യം കാശിരൂപമായിരുന്നു. എന്നിട്ട് കൃത്യം ഒട്ടും ഡിലേ ആകാതെ December 5th തന്നെ തീസിസ് ഡിഫെൻഡ് ചെയ്ത് പ്രസൻറ്റേഷൻ കഴിഞ്ഞ് എനിക്ക് ഗ്രാജുവേറ്റ് ആകാൻ പറ്റി. കാരണം ഗ്രാജുവേറ്റ് ആയില്ലായിരുന്നെങ്കിൽ ജനുവരി തൊട്ട് അടുത്ത വർഷത്തെ 10 ലക്ഷം വീണ്ടും നമ്മൾ കൊടുക്കണമായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവർത്തനം എന്നെക്കൊണ്ട് കഴിയുന്ന എനിക്ക് അവിടെ സ്റ്റൈപ്പൻഡ് കിട്ടുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ കിട്ടുന്നതിൽ നിന്ന് ദശാംശമായിട്ട് ഞാൻ അവിടെ പള്ളിയിലും വഴിയിൽ കാണുന്ന ആൾക്കാർക്കും ഒക്കെ സഹായിക്കുമായിരുന്നു. കൊന്ത ചൊല്ലുന്നതായിരുന്നു എൻ്റെ മെയിൻ. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും ഒരിക്കലും ഞാൻ കരുണക്കൊന്തയും മുടക്കിയിട്ടില്ല. എനിക്ക് സഹായിക്കാൻ പറ്റുന്നവർക്ക് ഞാൻ ഉപ്പ് നൽകി എല്ലാവരെയും സഹായിക്കുമായിരുന്നു. സങ്കീർത്തനം 31:14 കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു,
അവിടുന്നാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നവ്യ എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിതം നയിച്ചതിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ ആദ്യം ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കാതിരുന്നത് മൂലം വെർച്വൽ ഉടമ്പടി എടുത്തുകൊണ്ട് ആയിരിക്കുന്നിടത്ത് ഉടമ്പടി പ്രകാരം മുഴുവനും ജീവിക്കുന്ന രീതി പിന്തുടർന്നുകൊണ്ട് രാവിലെയുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന, സന്ധ്യയ്ക്കുള്ള സായാഹ്ന പ്രാർത്ഥന, വചനവായന, ഉടമ്പടി ധ്യാനം കൂടൽ, അതോടൊപ്പം തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കൽ, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യൽ എല്ലാം നിർവഹിച്ചുകൊണ്ട് ഉപവാസമെടുക്കൽ എല്ലാം ചെയ്തുകൊണ്ട് അമ്മ മാതാവിന് തന്നെ പ്രതിഷ്ഠിക്കുകയും അമ്മയുടെ സവിശേഷമായ സംരക്ഷണയിൽ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പഠനത്തിന് വേണ്ടി പോകുവാനുള്ള പരിശ്രമമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ തടസ്സങ്ങളൊക്കെ നീക്കിക്കൊടുത്ത് ലോണും സ്കോളർഷിപ്പും എല്ലാം ശരിയാക്കി കൊടുത്ത് വേഗത്തിലത് പഠനത്തിൽ പോകുവാൻ മകൾക്ക് അമ്മ മാതാവ് വഴിയൊരുക്കിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് ഇവിടെ പഠന പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപ ലഭിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇൻറ്റേൺഷിപ്പ് എടുക്കേണ്ട സമയമാകുമ്പോൾ വിസ കാലാവധി തീർന്നു വന്നതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടായെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അമ്മ മാതാവ് വിസ പുതുക്കി കൊടുത്ത് ഏതാണ്ട് 6 മാസം എടുക്കുമെന്ന് പറഞ്ഞത് 2 ആഴ്ചയ്ക്കുള്ളിൽ അത് വിസ പുതുക്കി കൊടുത്തുകൊണ്ട് ആ ഇൻറ്റേൺഷിപ്പ് പൂർത്തീകരിക്കുവാൻ മകളെ സഹായിച്ചു. അത് എൻജിനീയറിങ്ങിൻ്റെ യാതൊരു കാര്യവും അറിയാതിരുന്ന മകൾക്ക് അവിടെ വിദേശത്ത് ചെന്ന് ആ ഗ്രാജുവേഷൻ ഒരു വിഷയം പോലും നഷ്ടപ്പെടാതെ ആ സമയ ചുരുക്കത്തിൽ തന്നെ പൂർത്തീകരിച്ചെടുക്കുവാൻ മകൾക്ക് അനുഗ്രഹം ലഭിച്ചതിനെയും മകൾ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മകളുടെ ഉടമ്പടി ജീവിതത്തെ മകൾ വളരെ നന്നായി മുന്നോട്ട് നയിച്ചുവെന്ന വാക്കുകളിലൂടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. മകളുടെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ സന്തോഷവും അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപമായിരുന്നു. അത് അമ്മയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുകയും അത് കൂടെ കൊണ്ടു നടക്കുമ്പോൾ ഒരു ആത്മബലം മകൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. മകളത് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ഉടമ്പടി കാശുരൂപം എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഞാനത് അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ഇടത്തേക്ക് എന്ത് കാര്യത്തിന് ചെന്നാലും ഞാൻ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് കൊടുക്കുമ്പോൾ അമ്മ എനിക്ക് എല്ലാ ക്ലേശങ്ങളും മാറ്റി, തടസ്സങ്ങൾ മാറ്റി ഏറ്റവും സുഗമമായി ഓരോ കാര്യവും ക്രമീകരിച്ച് തന്നുകൊണ്ടിരുന്നുവെന്ന്. ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത അതാണ്. നമ്മൾ പരിശുദ്ധമ്മയെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അത് ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ ക്രമീകരിച്ചു തരുന്നു. അവിടെ എന്തെങ്കിലുമൊക്കെ ഡിസോർഡർ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ശരിയായി നമുക്ക് ലഭിക്കേണ്ടതുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് അമ്മ മാതാവ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് നയിക്കുകയും ചെയ്യുന്നു. മകളുടെ ജീവിതത്തിൽ ലഭിച്ച ഓരോ നന്മയ്ക്കും ഈ അമ്മ മാതാവിൻ്റെ ഇടപെടലിൻ്റെ സ്വാധീനമുണ്ട്, അമ്മ മാതാവിൻ്റെ സന്ദേശത്തിൻ്റെ സ്വാധീനമുണ്ട്, അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്വാധീനമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും പരിശുദ്ധമ്മയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അമ്മ മാതാവ് തരുന്ന ഏറ്റവും നിസ്സാരമായ അനുഗ്രഹത്തെ പോലും സന്തോഷത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുവാനുമാണ്. എത്ര കണ്ട് എളിമപ്പെടുത്തി അമ്മയുടെ അരികിലേക്ക് നമ്മളെ കൊടുക്കുന്നുവോ അത്ര കണ്ട് അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്തുകൊണ്ട് ദൈവപര പ്രസാദത്തിൽ ജീവിക്കുവാൻ സഹായിക്കുന്നുണ്ട്. മകളുടെ വാക്കുകളിൽ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുവാൻ, പഠനം പൂർത്തീകരിക്കുവാൻ, തൊഴിലിലേക്ക് പ്രവേശിക്കുവാൻ, സാമ്പത്തികമായ ഒരു മെച്ചപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ജീവിതത്തെ ഉയർത്തുവാൻ ഒക്കെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ സാധിച്ചു, സഹായിച്ചു. അതിന് ഉടമ്പടി എന്നും ബലമായിരുന്നു, ഉടമ്പടി കാശുരൂപമെന്നും സാന്നിധ്യവും കരുത്തുമായി കൂടെ ഉണ്ടായിരുന്നു. അതാണ് മകൾ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുക. നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ, ഉടമ്പടിയിലുള്ള വിശ്വസ്തതയുള്ള ജീവിതത്തിലൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.